പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം 8-ാം തീയതി. പരിശുദ്ധ കന്യകയിൽ പ്രശോഭിച്ചിരുന്ന സുഹൃതങ്ങൾ. പരിശുദ്ധ കന്യകയിൽ സകല സുഹൃതങ്ങളും അതിൻ്റെ ഏറ്റവും വലിയ പൂർണ്ണതയിൽ പ്രശോഭിച്ചിരുന്നു. അവളുടെ വിശ്വാസം അജയവും പ്രത്യാശാചഞ്ചലവും സ്നേഹം ഉജ്ജ്വലവുമായിരുന്നു. ബാല്യകാലത്തിൽ തന്നെ മേരി സുഹൃതങ്ങൾ ഏറ്റവും തീക്ഷ്ണതയോടെ അഭ്യസിച്ചിരുന്നു. തന്നിമിത്തം പിന്നീടുള്ള ജീവിതത്തിൽ അതുല്യമായ വിധം പ്രസ്തുത സുഹൃതങ്ങൾ ദിവ്യജനനി പ്രാവർത്തികമാക്കുന്നത് നാം കാണുന്നു. ഹൗവ കന്യകയായിരിക്കുമ്പോൾ സാത്താനെ വിശ്വസിച്ചതിനാൽ അനുസരണരഹിതവും മരണവും ഉത്ഭവിച്ചു. എന്നാൽ പരിശുദ്ധ കന്യാമറിയം വിശ്വാസത്തിലും സന്തോഷത്തിലും പരിപൂരിതയായി പ്രകാരം പ്രതിഫലിച്ചു. നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഇപ്രകാരം പിശാചിന്റെ പ്രവർത്തനങ്ങളെ നശിപ്പിച്ച് മാനവവംശത്തെ മരണത്തിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു എന്ന് സഭാപിതാവായ വിശുദ്ധ ജസ്റ്റിൻ പ്രസ്താവിച്ചിട്ടുണ്ട്. വിശ്വാസത്തിലൂടെ നാം ദൈവത്തെ അഭിമുഖീകരിച്ച് അവിടത്തേക്ക് സ്വയം അർപ്പിക്കുന്നു. മേരി തൻ്റെ അർപ്പണത്തിൻ്റെ പൂർണ്ണതയിൽ നിർവഹിച്ചു. പരിശുദ്ധ കന്യകയുടെ ശരണം എത്ര ശക്തമായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. 12-ാമത്തെ വയസ്സിൽ ഈശോയെ കാണാതെ പോയ അവസരത്തിലും കാൽവരിയിലും മേരിയുടെ ശരണം വിജയമകുടമണിയുന്നു. പരിശുദ്ധ കന്യക കുരിശിൻ ചുവട്ടിൽ നിന്ന അവസരത്തിൽ അവൾ പ്രദർശിപ്പിച്ച ധീരതയും അതിലൂടെ പ്രകടമാക്കിയ പ്രത്യാശയും മാനകുലത്തിന് എന്നും അത്ഭുതജനകമത്രേ. പരിശുദ്ധ കന്യക ദൈവ സ്നേഹത്തിൽ അനുനിമിഷം പുരോഗമിച്ചു. അവാഗാഢമായ ഐക്യം പ്രാപിച്ചു. മേരിയുടെ ദൈവസ്നേഹമാണ് ദൈവമാതൃസ്ഥാനത്തിന് അവളെ പ്രാപ്തരാക്കിയത്. മനുഷ്യാവതാരത്തിന് സമ്മതം നൽകിയത് മുതൽ കാൽവരിയിലെ മഹായജ്ഞം പൂർത്തിയാക്കുന്നതുവരെ ദൈവത്തോടും മനുഷ്യരോടുമുള്ള അത്യാദരവും ഉദാർത്തവുമായ സ്നേഹത്തിൻ്റെ പ്രകാശനം പലപ്പോഴും ദൃശ്യമാകുന്നുണ്ട്. നീതി, വിവേകം, ധൈര്യം, വിനയം, സേവനസന്നദ്ധത, അനുസരണം, ശാലീനത, ലാളിത്യം മുതലായ എല്ലാ ധാർമ്മിക സുഹൃതങ്ങളും സ്ത്രീസഹജമായ എല്ലാ സൽഗുണങ്ങളും പരിശുദ്ധ കന്യകയിൽ പരിലസിച്ചിരുന്നു. പരിശുദ്ധ കന്യക ദേവാലയത്തിൽ പ്രാർത്ഥനയും തപസ്സും അനുഷ്ഠിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. സദാ പ്രാർത്ഥന നിരതമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ദൈവികമായ കാര്യങ്ങൾ ധ്യാനിച്ചും വിശുദ്ധ ഗ്രന്ഥത്തിലും നിർദ്ദിഷ്ടമായ ജോലികൾ നിർവഹിച്ചുമാണ് അവൾ സമയം ചെലവഴിച്ചത്. നമ്മൾ ദൈവസേവനത്തിൽ എത്രമാത്രം താല്പര്യരാണെന്ന് ചിന്തിക്കേണ്ടതാണ്. ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിലും ജീവിതാന്തസ്സിൻ്റെ ചുമതലകൾ അനുഷ്ഠിക്കുന്നതിലും നമ്മെ ഭാരമേൽപ്പിച്ചിട്ടുള്ള ജോലികൾ വിശ്വസ്താപൂർവം നിർവഹിക്കുന്നതിലും നാം എത്രമാത്രം താല്പര്യരാണ്. സംഭവം: വിശുദ്ധ താത്വികനായിരുന്ന ഷാക്ക് മാരി റൈറ്റന്റെ മാനസാന്തരം പരിശുദ്ധ കന്യകയുടെ സ്നേഹത്തിൻ്റെ ഒരു വിജയമാണെന്ന് അദ്ദേഹം തന്നെ പ്രസ്താവിച്ചിട്ടുള്ളത്. മാരി റൈറ്റൻ 1852 ഹ്യൂഗ് നോട്ട് എന്ന ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട മാതാപിതാക്കന്മാരിൽ നിന്നു ജനിച്ചു. അദ്ദേഹം കത്തോലിക്ക മതം സ്വീകരിച്ചതുമൂലം സ്വദേശത്തു പഠിക്കുന്നതിനുള്ള അവകാശം പോലും നിഷേധിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ 81-ാം വയസ്സിൽ ഫ്രഞ്ച് ഗവൺമെൻറ് ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി നൽകി അദ്ദേഹത്തെ ബഹുമാനിച്ചു. മാരി റൈറ്റൻ 24-ാമത്തെ വയസ്സിൽ കത്തോലിക്ക സഭയെ സമാശ്വസിച്ചു. അദ്ദേഹത്തോടൊപ്പം റഷ്യക്കാരിയായ ഭാര്യ റിസ ഹമാൽക്കോഫും ഒരു താർക്കികയും ഗ്രന്ഥകാർത്തികയുമാണ്. അവർ മാരി റൈറ്റൻ ദമ്പതികൾ സോർബോൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായിരുന്നു.
യഹൂദ താർക്കികനായ ബെർഗസോന്റെ കീഴിലാണ് അവർ അധ്യയനം നടത്തിയിരുന്നത്. ബെർഗസോൺ യഹൂദനായിരുന്നെങ്കിലും അദ്ദേഹത്തിനു കത്തോലിക്ക വിശ്വാസത്തോട് മതിപ്പുണ്ടായിരുന്നു. 1904 നവംബർ 26 അവർ വിവാഹിതരായി. അധികം താമസിയാതെ കത്തോലിക്ക സഭയുമായി പുനരൈക്യപ്പെട്ടു. തീക്ഷ്ണതട്ട ബ്ലൈ ദമ്പതികളുമായി പരിപൂർണ ലെയോൺ ബ്ലോയ് ലാസലേറ്റു മാതാവിൻ്റെ ഒരു വലിയ പ്രേക്ഷിതനായിരുന്നു. അദ്ദേഹം കരയുന്ന നാഥ എന്ന ഒരു ഗ്രന്ഥം ലാസലേറ്റു ദർശനത്തെക്കുറിച്ച് രചിച്ചിട്ടുണ്ട്. ബ്ലോയിയും ഭാര്യയും മാരി റൈറ്റൻ ദമ്പതികളിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നുവെങ്കിലും അവരുടെ പൂർവ്വവിശ്വാസം പരിത്യജിച്ച് കത്തോലിക്ക സഭയെ സമ്മേളിപ്പിക്കുവാൻ വൈമുഖ്യം പ്രദർശിപ്പിച്ചു. വിവാഹാനന്തരം 2 വർഷം കഴിഞ്ഞപ്പോൾ റിസയ്ക്ക് അപകടകരമായ ഒരു രോഗം ബാധിച്ചു. മാരി റൈറ്റൻ അസ്വസ്ഥനായി. ഒരു ദിവസം ബ്ലോയിയുടെ ഹൃദയസ്പർശിയായ ഒരു കത്ത് മാരി റൈറ്റന് ലഭിച്ചു. അതിൻ്റെ സംഗ്രഹമാണിത്. എൻ്റെ ഏറ്റവും സ്നേഹിത റിസ, ഞങ്ങൾ നിന്നെ സ്നേഹപൂർവ്വം കൂടെ അനുസ്മരിക്കുന്നുണ്ട്. ഇന്ന് അതിരാവിലെ ദൈവബലി സമയത്ത് പ്രിയ റിസ, നിനക്ക് വേണ്ടി ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ക്ലേശഭൂയിഷ്ഠമായ ഭൂതകാല ജീവിതത്തിൽ എന്തെങ്കിലും യോഗ്യതാപൂർണമായി ഉണ്ടെങ്കിൽ അത് നിന്റെ സുഖപ്രാപ്തിക്കും സമാധാനത്തിനും ആത്മീയ മഹത്വത്തിനുമായി സ്വീകരിക്കണമെന്ന് ഞാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായോടും പരിശുദ്ധ കന്യാമറിയത്തോടും യാചിച്ചിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചു എന്നു വിശ്വസിക്കുവാൻ മാത്രം ഞാൻ അശുദ്ധധാര വർഷിച്ചു. നീ സുഖം പ്രാപിക്കുകയും വലിയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യും. കുറെ ദിവസങ്ങൾക്ക് ശേഷം മിസ്സിസ് ബ്ലൈ രോഗദുരയായ റിസയെ സന്ദർശിച്ചു. അവൾ റിസയോട് പറഞ്ഞു, ഞാൻ പരിശുദ്ധ കന്യയുടെ രൂപം തരുന്നു, പ്രാർത്ഥിക്കുക എന്ന്. രോഗിണി തൻ്റെ സ്നേഹിതയുടെ അതിരുകടന്ന പ്രസ്താവനയിൽ അസ്വസ്ഥയായി എങ്കിലും ഒന്നും പറഞ്ഞില്ല. മൗന സംഭാഷണമായി പരിഗണിച്ച് ജീൻ ബ്ലൈ ഈ മാതാവിൻ്റെ രൂപം റിസയുടെ കഴുത്തിൽ അണിയിച്ചു. റിസയ്ക്ക് ഒരു സന്തോഷപ്രകർഷം അനുഭവവേദ്യമാകുകയും അവർ നിദ്രയിൽ ലയിക്കുകയും ചെയ്തു. ആ നിമിഷം മുതൽ അവൾ സുഖം പ്രാപിച്ചു തുടങ്ങി. ഇതിനകം ഒരു അജ്ഞേയവാദിയായി തീർന്നിരുന്നു മാരി റൈറ്റൻ. ഭാര്യയുടെ അത്ഭുതകരമായ സുഖപ്രാപ്തിയോടുകൂടി കത്തോലിക്ക സഭയെ സമാശ്വസിക്കുകയും ചെയ്തു. ലൗകികാധികമായ ആധുനിക യുഗത്തിൽ പരിശുദ്ധ കന്യക തൻ്റെ തിരുക്കുമാരൻ്റെ അനവധ്യ സുന്ദരങ്ങളായ പ്രബോധനങ്ങളെ തത്വശാസ്ത്രദ്വാര പ്രചരിപ്പിക്കുന്നതിനായി പ്രത്യേക വിധം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയായി അത്രേ ഷക്ക് മാരി റൈറ്റൻ. പ്രാർത്ഥന. ദൈവജനനിയായ പരിശുദ്ധ കന്യാമറിയമേ, അവിടുന്ന് സകല സമ്പന്നയായിരുന്നുവല്ലോ. ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കുകയും പ്രത്യാശ ബലഹീനമാവുകയും സ്നേഹം മന്ദീഭവിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ അത്ഭുതകരമായ മാതൃക ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ. ആകയാൽ ദൈവജനനി, ഞങ്ങൾ അങ്ങയുടെ സുഹൃതങ്ങൾ അനുകരിച്ചുകൊണ്ട് പരിപൂർണമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. സജീവമായ വിശ്വാസവും അചഞ്ചലമായ പ്രത്യാശയും തീഷ്ണതയുള്ള സ്നേഹവും മറ്റ് ക്രിസ്തീയ സുഹൃതങ്ങളും അഭ്യസിക്കുന്നതിനായി ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ്. ഞങ്ങളുടെ ബലഹീനതയെ അങ്ങ് പരിഹരിക്കണമേ.
എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ചു. നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്നു ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നു നീ നിറച്ചു കൊള്ളണമേ. കന്യാവൃത്തക്കാരുടെ രാജ്ഞിയായ കന്യകെ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്തിൽ ഉറച്ചു നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുർപ്പെട്ട് കണർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുള്ളണമേ. ആമേനീശോ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു. അങ്ങയുടെ തിന്മലമായി ഈശോ അനുഗ്രഹപ്പെടലാവുന്നു. പരിശുദ്ധമേ, തമ്പുരാനുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴെപ്പോഴും. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു. അങ്ങയുടെ തിന്മലമായി ഈശോ അനുഗ്രഹപ്പെടലാവുന്നു. പരിശുദ്ധമേ, തമ്പുരാനുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴെപ്പോഴും. ആമീൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു. അങ്ങയുടെ തിന്മലമായി ഈശോ അനുഗ്രഹപ്പെടലാവുന്നു. പരിശുദ്ധമേ, തമ്പുരാനുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിനെ പോലെ ഇപ്പോഴെപ്പോഴും. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു. അങ്ങയുടെ തിന്മലമായി ഈശോ അനുഗ്രഹപ്പെടലാവുന്നു. പരിശുദ്ധമേ, തമ്പുരാനുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സിരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹപ്പെടലാവുന്നു. പരിശുദ്ധമേ, തമ്പുരാനുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു. അങ്ങയുടെ തിന്മലമായി ഈശോ അനുഗ്രഹപ്പെടലാവുന്നു. പരിശുദ്ധമേ, തമ്പുരാനുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾ കൊണ്ട് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു. അങ്ങയുടെ തിന്മലമായി ഈശോ അനുഗ്രഹപ്പെടലാവുന്നു. പരിശുദ്ധമേ, തമ്പുരാനുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന
ശുദ്ധിயான സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥി, കർത്താവിനൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടാവുന്നു. എഴുതുന്നതിന് ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടാവുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാനുമേ, പാവളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സുഹൃത ജപം. ദാവീദിന്റെ കോട്ടയായ മറിയമേ, നാരിക ശക്തിയോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നീ അഭയമാകണമേ. ദാവീദിന്റെ കോട്ടയായ മറിയമേ, നാരിക ശക്തിയോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നീ അഭയമാകണമേ. ദാവീദിന്റെ കോട്ടയായ മറിയമേ, നാരകീയ ശക്തിയോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നീ അഭയമാകണമേ.